അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 28ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 4ൽ നമ്മൾ എ സി ഫണ്ടമെന്റൽസ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എ സിയുടെ തന്നെ നമുക്ക് എ സി ഫണ്ടമെന്റൽസും അതുപോലെ എ സി സർക്യൂട്ട്സ് വേറെ പ്രത്യേകം ഒരു മൊഡ്യൂളായിട്ട് പഠിക്കാം. എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോഴൊരു ബുദ്ധിമുട്ട് വേണ്ട. അപ്പോൾ നമ്മൾ എ സി ഫണ്ടമെന്റൽസ് ആദ്യം പഠിക്കും, അതിനുശേഷം എ സി സർക്യൂട്ട്സ് പഠിക്കും, ദെൻ 3 ഫേസ് സർക്യൂട്ട്സും നമുക്ക് എ സിയിൽ തന്നെ പഠിക്കാനുണ്ട്. ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ജനറേഷൻ ഓഫ് എ സി വോൾട്ടേജ്, കറണ്ട്, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കണം. ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്, സിമ്പിൾ ആൻഡ് കംപ്ലീറ്റ് വേവ് ഫോം. വേവ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വേവ് ഫോമിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഡെഫിനിഷൻ ഓഫ് ദ സൈക്കിൾ, ഫ്രീക്വൻസി, ടൈം പീരീഡ്, ആംപ്ലിറ്റ്യൂഡ്, ആവറേജ് വാല്യൂ, RMS വാല്യൂ, അതുപോലെ ഫോം ഫാക്ടർ എന്താണ്, പീക്ക് ഫാക്ടർ എന്താണ്, ഫേസ് ഡിഫറൻസ് എന്താണ്, ഫ്രീക്വൻസിയും പോൾസും സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്. ആ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. N=120f/p എന്ന് പറഞ്ഞ ഇക്വേഷൻ. അത് എല്ലാ എക്സാമിനും ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ള ഒരു ബേസിക് ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ജനറേഷൻ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ EMF ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചിരുന്നു. EMF ഇൻഡ്യൂസ്ഡ് ആവുന്നത് എങ്ങനെ ബൈ ഫാരഡേസ് ലോ പഠിച്ചിരുന്നു. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് ഒരു ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 രീതിയിൽ സാധിക്കും. ഓക്കെ, ബൈ റൊട്ടേറ്റിംഗ് എ കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതുപോലെ ഇത് നോക്കൂ, അല്ലെങ്കിൽ ബൈ റൊട്ടേറ്റിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ എ സ്റ്റേഷനറി കോയിൽ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് സൗത്ത് ഉണ്ട്. ആ നോർത്ത് സൗത്ത് അത് ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ നോർത്ത് ടു സൗത്ത് പോകുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ദാറ്റ്, അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കായിട്ട് നമ്മളൊരു കോയിൽ കണ്ടോ, ഈ ഒരു കോയിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, ഈ കോയിൽ വെച്ചിട്ടുണ്ട്. ആ കോയിൽ അതിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, അങ്ങനെ EMF ജനറേറ്റ് ആവുന്നു. ആ വരുന്ന കറണ്ട് നമുക്ക്, അല്ലെങ്കിൽ ആ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എടുക്കാനുള്ള എക്സ്റ്റേണൽ ലോഡാണ് ഈ R എന്ന് പറയുന്നത്. ഇനി ഇവിടെ സ്ലിപ്പ് റിങ്സ് ഉണ്ട്, അതുവഴിയാണ് നമ്മൾ പുറത്തേക്ക് കണക്ഷൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ കോയില് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. എന്തിന്റെ ഉള്ളില്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളില്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈ റൊട്ടേറ്റിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ എ സ്റ്റേഷനറി കോയിൽ. ഇവിടെ നോക്കൂ, ഇവിടെ സ്റ്റേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേഷനറി പാർട്ടിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, കോയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. കോയിൽ വെച്ചിരിക്കുന്നത്, ആർമേച്ചർ കോയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ റോട്ടർ എന്ന് പറയുന്ന അത് എന്താണെന്ന് നോക്കിക്കേ, ഒരു മാഗ്നറ്റ് ആണ്. ഓക്കെ, അപ്പൊ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ എ സ്റ്റേഷനറി കോയിൽ. ഓക്കെ, അപ്പൊ 2 പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോൾ AC ജനറേറ്റേഴ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഈ സെക്കൻഡ് വൺ ആണ് ഏറ്റവും കൂടുതൽ വരിക. റൊട്ടേറ്റിംഗ് ഫീൽഡ് മെത്തേഡ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പവർ സ്റ്റേഷനിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഓൾട്ടർനേറ്റേഴ്സ്, വലിയ ജനറേറ്റേഴ്സ് ഉണ്ടല്ലോ, അതിലൊക്കെ എന്താണ്, റൊട്ടേറ്റിംഗ് ഫീൽഡ് മെത്തേഡ് ആണ് കേട്ടോ. അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെ നമ്മൾ 3 ഫേസ് ഒക്കെ പഠിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. The value of the voltage generated depends in each case. എന്തിന് ഇപ്പോൾ ഓരോ സമയത്തും the value of the voltage generated ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? നേരത്തെ നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വലുതാണോ മാഗ്നറ്റിക് ഫീൽഡ് ചെറുതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ്. നല്ല മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയ്ക്കാണെങ്കിൽ നല്ല എന്തായിരിക്കും, നല്ല ഹൈ വോൾട്ടേജ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. ആൻഡ് സ്പീഡ് അറ്റ് വിച്ച് ദ കോയിൽ ഓർ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ദ വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ് ആൻഡ് സ്പീഡ് അറ്റ് വിച്ച് ദ കോയിൽ ഓർ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ്. നിങ്ങളൊരു ഇക്വേഷൻ BLV സൈൻ തീറ്റ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലെ, EMF BLV സൈൻ തീറ്റ എന്ന് പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇത് ഓർക്കുക. ഇനി ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് 2 രീതിയിൽ പറ്റുമെന്ന് പറഞ്ഞു. റൊട്ടേറ്റിംഗ് ഫീൽഡ് മെത്തേഡ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഇക്വേഷൻസ് നോക്കാം, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും കറണ്ടും. അപ്പൊ അതിന് വേണ്ടി ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി നമ്മൾ ആ കോയിൽ സിംപ്ലി ഇങ്ങനെ ഒരു സിംഗിൾ ലൈനിൽ ആ കോയിൽ റെപ്രസെന്റ് ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു റെക്ടാങ്കുലർ കോയിലാണ് അത്, ഹാവിംഗ് N ടേൺസ്, റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി എത്രയാണ്, ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് ആംഗുലാർ വെലോസിറ്റിയിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആംഗുലാർ വെലോസിറ്റി കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഈ താഴത്തേക്ക് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ
മാക്സിമം ഫ്ലെക്സ് ലിങ്ക് ചെയ്യുന്നത്, ഫ്ലെക്സ് 5M ലിങ്ക് ചെയ്യുന്നത് എപ്പോഴാന്ന് നോക്കൂ, ഈ കോയില് എക്സ് ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് മാക്സിമം ഫ്ലെക്സ് ലിങ്ക് ചെയ്യുന്നത്. എക്സ് ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ പാരലൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഇരിക്കുമ്പോൾ ആണ് എന്ത് സംഭവിക്കുന്നത്, ദ മാക്സിമം ഫ്ലെക്സ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ. വെൻ ഇറ്റ്സ് പ്ലെയിൻ കോയിൻസൈഡ് വിത്ത് ദ എക്സ് ആക്സിസ്, അപ്പോഴാണ് മാക്സിമം ഫ്ലെക്സ് എന്ന് പറഞ്ഞു. ഇനി ഒരു ടൈം t സെക്കൻഡില് സപ്പോസ് ദ കോയിൽ ഈസ് റൊട്ടേറ്റഡ്, അല്ലെ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. എത്രയാണ് ആംഗിള് തീറ്റ, ഒരു ആംഗിൾ തീറ്റയിൽ ഇത് റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. സോ നമുക്കറിയാം ഒരു ടൈം t സെക്കൻഡ് എടുത്തിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്തത് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആംഗിൾ തീറ്റ ഈക്വൽ ടു ഒമേഗ ടി. ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് തീറ്റ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് അറിയാം, നിങ്ങൾക്ക് കൂടുതൽ പേർക്കും അറിയാമായിരിക്കും, ആംഗുലാർ വെലോസിറ്റി ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. നമ്മൾ സാധാരണ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം പറയുന്ന പോലെ തന്നെ ഇതിൽ നിന്നാണ് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടുന്നത്, ഒമേഗ ഇൻറ്റു ടി കിട്ടുന്നത് കേട്ടോ. ഇനി ഈ ഒരു ഡിഫ്ലക്റ്റഡ് പൊസിഷനിൽ, അതായത് ഈ ഒരു തീറ്റ മേക്ക് ചെയ്യുന്ന പൊസിഷനിൽ ദ കോമ്പോണന്റ് ഓഫ് ദ ഫ്ലെക്സ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ, അതേതാണ് ദ കോമ്പോണന്റ്. ഇതിനകത്ത് വരുമ്പോൾ ഈ 5M എന്ന് പറഞ്ഞു. ഈ 5M നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ നോക്കിക്കേ, ഈ ഒരു കോയിലിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കോമ്പോണന്റ് ഏതാണ്, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കോമ്പോണന്റ് ഏതാണെന്ന് പറയുമ്പോൾ 5M cos തീറ്റയാണ്. അപ്പൊ ഇത് ഇത്രയും ഇങ്ങനെ വിചാരിക്കണം എന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. 5M cos തീറ്റയാണ്. ഹെൻസ് ദ ഫ്ലെക്സ് ലിങ്കേജസ് ഓഫ് ദ കോയിൽ അറ്റ് എനി ടൈം ആർ എന്താണ്, ടോട്ടൽ ഫ്ലെക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഫ്ലെക്സ് അറ്റ് എനി പോയിന്റ്. അപ്പൊ എന്ന് വെച്ചാൽ n ഇൻറ്റു 5, n ഇൻറ്റു 5 എത്രയാണ്, 5M cos തീറ്റ. ഇനി ഈ ഒരു കാര്യം കോമ്പോണന്റ് ഓഫ് ദ ഫ്ലെക്സ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ, അങ്ങനെയൊക്കെ ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ഓർത്താൽ, അത് ഇവിടെ വേറെ ഒന്നുമില്ല, ഇവിടെ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും, തീറ്റയോട് അടുത്ത് വരുന്ന കോമ്പോണന്റ് ആയിരിക്കും കോസ് തീറ്റ, കോസ് കോമ്പോണന്റ്, അങ്ങനെയാണ് അത് വരുന്നത്. ഇനി വേറൊരു കാര്യം ഓർത്തോളൂ, ഈ ഫ്ലെക്സ് when the plane coincide with the x-axis flex maximum എന്ന് പറഞ്ഞു അല്ലെ. കോയിൻസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ തീറ്റയുടെ വാല്യൂ എത്രയാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി അല്ലെ. അപ്പൊ തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ 5 ഈക്വൽ ടു 5M ആകണമെങ്കിൽ, തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ ഫ്ലെക്സിന്റെ വാല്യൂ, മാക്സിമം ഫ്ലെക്സ് വാല്യൂ 5M ആണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ 5യുടെ എന്തായിരിക്കും, 5 ഈക്വൽ ടു 5M cos തീറ്റ ആയിരിക്കും. കാരണം cos 0 ആണ് 1 വരുന്നത്, 5 ഈക്വൽ ടു 5M വരണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കും. അപ്പൊ അത് ഇക്വേഷൻ എന്താണ്, അതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഓർത്ത് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ഈ ഒരു എക്സ് ആക്സിന് പാരലായിട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഫ്ലെക്സ്, ആ ഒരു ആംഗിൾ ആണ് നോക്കേണ്ടത് കേട്ടോ. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് ഇതാണ് ഈ പോകുന്നത്, താഴത്തേക്ക് വരച്ചിരിക്കുന്ന ആരോസ് ഇല്ലേ, അതിന് പാരലൽ എന്നല്ല, ഈ ആംഗിൾ എവിടെയാന്ന് നോക്കൂ, ആ മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസിന് പെർപെൻഡിക്കുലർ, ഈ നോർമൽ ആയിട്ടാണ് എക്സ് വരച്ചിരിക്കുന്നത്, ആ എക്സിന് എന്താണ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നോക്കേണ്ടത്. അപ്പൊ ഒരിക്കലും കൺഫ്യൂഷൻ വേണ്ട, ഇത് ഓർത്തോളുക. അപ്പൊ എന്താണ് വരുന്നത്, 5 is equal to 5M cos തീറ്റ. ഇനി according to Faraday's laws of electromagnetic induction, EMF induced in the coil is given by rate of change of flux linkages of the coil. Rate of change of flux linkages of the coil. അപ്പോൾ വാല്യൂ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്ത് വരും നോക്കിക്കേ, E is equal to minus d by dt of n into 5 അല്ലേ. അപ്പൊ ആ n into 5യുടെ വാല്യൂ നമ്മൾ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്താണ് 5M cos തീറ്റ അല്ലെ. n into 5 എന്ന് പറയുന്നത് n into 5M cos തീറ്റ. അപ്പൊ n വരുന്നത് എവിടെന്നാന്ന് അറിയാലോ, മൈനസ് n into d5 by dt എന്നാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത് അല്ലെ, ഫാരഡേസ് ലോ അനുസരിച്ച്. അപ്പൊ മൈനസ് n into d by dt of 5M cos omega t, cos തീറ്റ എന്ന് പറഞ്ഞാൽ cos omega t. അപ്പൊ ഈ omega t വെച്ചിരിക്കുന്ന dt കണ്ടോ, ഇവിടെ ടി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെറിവേറ്റീവ് കാണാൻ പറ്റുന്ന കോമ്പോണന്റ് ഏതാണ്, ഈ കോസ് ഒമേഗ ടി ആണ് അല്ലെ. അപ്പൊ ഈ 5M എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആണ്, സോ അത് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. മൈനസ് n into 5M ഇൻറ്റു കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ ഒമേഗ ടി. കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ ഒമേഗ ടി. കൂടാണ്ട് ഈ ഒമേഗ ടീനെ നമ്മൾ ഒന്നോടെ ഡെറിവേറ്റീവ് കാണണം. ഒമേഗ ടീനെ കാണുമ്പോൾ എന്ത് കിട്ടും, ഇൻറ്റു ഒമേഗ. അപ്പൊ അങ്ങനെയാണ് മൈനസ് n 5M ഒമേഗ മൈനസ് സൈൻ ഒമേഗ ടി എന്ന് കിട്ടുന്നത്. ഈ മൈനസും കൂടി എന്താവും,
പ്ലസ് ആവും അല്ലെ. അപ്പൊ എന്ത് വന്നു? പോസിറ്റീവ് ഒമേഗ n ഇൻറ്റു 5m ഇൻറ്റു സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പൊ അത്രയും. ഈ സൈൻ ഒമേഗ ടിക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? തീറ്റ എന്ന് എഴുതാം. ഇനി ഈ കോയില് 90 ഡിഗ്രി ആയി എന്ന് വിചാരിക്കാം. കോയില് 90 ഡിഗ്രി അഥവാ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ തീറ്റ 1 ആകും. അപ്പോ ഈ എന്ന് പറഞ്ഞ സാധനം എന്താവും? 90 ഡിഗ്രി ആകുമ്പോൾ തീറ്റ 1 ആകുമ്പോൾ നമുക്ക് ഒമേഗ n 5m എന്ന് കിട്ടും അല്ലെ. അതാണ് അതിന്റെ എന്ത് വാല്യൂ വരുന്നത്? em എന്ന് വരുന്നത്. മാക്സിമം വാല്യൂ എപ്പോഴാണ് കിട്ടുന്നതെന്ന് ആലോചിച്ചാൽ മതി. മാക്സിമം വാല്യൂ എപ്പോഴാണ് കിട്ടുക? സൈൻ തീറ്റയുടെ വാല്യൂ 1 ആകുമ്പോഴാണ് അല്ലെ. അപ്പോൾ മാക്സിമം വാല്യൂ സൈൻ തീറ്റയുടെ വാല്യൂ 1 ആകുമ്പോൾ em ഈക്വൽ ടു ഒമേഗ n ഇൻറ്റു 5m. ഒമേഗ n ഇൻറ്റു 5. അപ്പൊ ഈ ഒരു ഇക്വേഷൻസ് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ അതൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് എഴുതി നോക്കുക. ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് തന്നെ എഴുതാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇനി ഈ 5m പകരം നമ്മൾ സാധാരണ ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഫ്ലെക്സ് ഡെൻസിറ്റി ഈക്വൽ ടു നമുക്കറിയാം ഫ്ലെക്സ് ബൈ ഏരിയ. അപ്പൊ ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഫ്ലെക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ 5m പകരം എന്ത് എഴുതാം? bm ഇൻറ്റു a എന്ന് എഴുതാം. ഓക്കെ, ഇനി ഒമേഗയ്ക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണ്? 2πf. ഒമേഗയ്ക്ക് പകരം എന്ത് എഴുതാം? 2πf ആണ് ഒമേഗ എന്ന് പറയുന്നത്. ഇൻറ്റു n, f എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കേട്ടോ. n ഇൻറ്റു bm ഇൻറ്റു a എന്ന് കിട്ടി. bm എന്താണ്? മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി. a ഇസ് ദ ഏരിയ ഓഫ് ദ കോയിൽ ഇൻ മീറ്റർ സ്ക്വയർ. f ഇസ് ദ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലി കിട്ടിയിരിക്കുന്ന ഇതാണ്. E is equal to em sin തീറ്റ അല്ലെങ്കിൽ E is equal to em sin ഒമേഗ ടി. അപ്പൊ phi is equal to phi m cos തീറ്റ. അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. phi equal to phi m cos തീറ്റ അല്ലെങ്കിൽ cos ഒമേഗ ടി. E is equal to എങ്ങനെയാ? em sin തീറ്റ. അപ്പൊ ആ കോസ് തീറ്റ സൈൻ തീറ്റ മാറി വന്നത് ഓർക്കുക. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, അതായത് തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ, തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ എങ്ങനെയാ ശരിക്കും വരുന്നത് നോക്കിക്കേ. തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മുടെ കോയില് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പൊ അത് ആലോചിക്കണം. തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ പെർപെൻഡിക്കുലർ ആണെന്ന് പറയുമ്പോൾ ഈ പിക്ചർ ഓർക്കണം, എന്നാലാണ് മനസ്സിലാവുള്ളൂ കേട്ടോ. ആ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ആക്ച്വലി എന്തുമായിട്ടുള്ള തീറ്റയാണെന്ന് നോക്കുക. എക്സാമിന് ചോദിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് അനുസരിച്ചുള്ള ആംഗിൾ ആണോ എന്ന് കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഇതിന്റെ ആൻസർ എഴുതാൻ. അപ്പൊ ഇവിടെ ഈ തീറ്റ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ തീറ്റ 0 ആയിരിക്കുമ്പോൾ phi is equal to എന്താണ്? ഫൈയുടെ വാല്യൂ എന്താണ്? 5m ആണ്. തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ തന്നെ E is equal to എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി തീറ്റ ഈക്വൽ ടു 90 ആയിരിക്കുമ്പോൾ phi is equal to എന്താണ്? 5m cos 90 എത്രയാ? 0. അപ്പൊ നമുക്ക് 0. അതേ സമയത്ത് E is equal to എന്താണ്? em ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി പോവുക. മനസ്സിലായില്ലേ? ഒന്നോടെ ഒന്ന് കേൾക്കുക, ഇല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി സിമിലർലി ദ ഇക്വേഷൻ ഓഫ് ദ ഇൻഡ്യൂസിങ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്, ഓൾറെഡി നമ്മൾ എന്താണ്? ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് V is equal to Vm sin ഒമേഗ ടി പഠിച്ചു. അതുപോലെ തന്നെ I is equal to Im sin ഒമേഗ ടി. ഓക്കെ, ഇനി റെസിസ്റ്റീവ് ലോഡ് ആണെങ്കിലാണ് പ്രത്യേകിച്ചും ഈ ഇക്വേഷൻ അതുപോലെ തന്നെ നമ്മൾ സൈൻ ഒമേഗ ടി എന്ന് എഴുതാൻ പറ്റുന്നത് കേട്ടോ. ഇനി ഒമേഗ ഈക്വൽ ടു 2πf ആണ്. എഫ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ കോയിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ കുറച്ചു മുമ്പ് എഴുതി. E is equal to em sin ഒമേഗ ടി. ഒമേഗയ്ക്ക് പകരം 2πf എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എഫിന് പകരം എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഫ്രീക്വൻസി ഈക്വൽ ടു 1/t. ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് എന്നാണ്. ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയാം, ഒരു സൈക്കിളിന്റെ പീരീഡ് എന്ന് വെച്ചാല് നോക്കൂ, ഇങ്ങനെ ഒരു സൈൻ വേവ്, ഇതിന്റെ ഈ ഒരു സൈക്കിളും ഈ ഒരു ഹാഫ് സൈക്കിളും കണ്ടോ, ഈ ഒരു കംപ്ലീറ്റ് സൈക്കിളിനുള്ള ടൈമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ 1/t ആണ് എന്താ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി 50 ഹെഡ്സ് ആണെങ്കിൽ അതിന്റെ ടി എന്തായിരിക്കും? 1/50 ആയിരിക്കും. അപ്പൊ അതങ്ങനെ ഓർത്തോളുക. ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമാണ് ടി എന്ന് പറയുന്നത്. സോ നമ്മൾ എഫിന് പകരം ഇവിടെ എന്ത് കൊടുത്തു? 1/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ എഴുതി. സോ നമുക്ക് ഇങ്ങനെയും ഒരു ഇക്വേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണോ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് കാണാവുന്നതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ EMFന്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ഇതാണ് നമ്മുടെ സൈനുസോയിഡൽ വേവ് ഫോം അല്ലെ, AC സൈൻ വേവ് വന്നിരിക്കുന്നത്. അപ്പൊ ജനറേറ്റഡ് വോൾട്ടേജ് ഏത് ഫോം ആണ്? സൈൻ വേവ് ആണ്. ആ ഫ്ലെക്സിന്റെ എന്താണ്? കൊസൈൻ വേവ് ആണ്. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ.
അപ്പോൾ ഇതാണ് സൈൻ വേവ് എന്ന് പറഞ്ഞത്. കാരണം 0-ൽ അതിന്റെ വാല്യൂ 0 ആണ്, 90-ൽ അതിന്റെ വാല്യൂ മാക്സിമം ആണ്. അങ്ങനെ വരുന്നതാണ് എന്താ സൈൻ വേവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വേവ് കിട്ടാനായിട്ടുണ്ടല്ലോ, നോക്കിക്കേ, നമ്മുടെ ഈ മാക്സിമം വാല്യൂ ഉണ്ടല്ലോ EM, ആ EM എന്ന് പറയുന്നത് ഒരു ഫേസർ ആണ്. ഇതൊരു ഫേസർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു വെക്ടർ റെപ്രസെന്റേഷൻ ആണ്. അതിന്റെ ലെങ്ത് വിൽ ബി പ്രപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ആ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷന് ഈക്വൽ ആയിരിക്കും. അതാണ് ഫേസർ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് EM എന്ന് പറഞ്ഞ ഒരു ഫേസർ ആണ്. ഈ ഫേസർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഒമേഗ ടി അതിനു വേണ്ടി എടുക്കുന്ന ടൈമാണ് ടി. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ പോയിന്റ് കണ്ടോ, ഈ ഓരോ പോയിന്റ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന ഓരോ പോയിന്റ്സ്, ആ പോയിന്റ്സിനനുസരിച്ചാണ് ആക്ച്വലി ഇവിടെ ഈ വേവ് വരച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും എങ്ങനെയാണ് ഈ ഒരു സൈൻ വേവ് ഇങ്ങനെ വന്നത് എന്നൊക്കെ കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് വരേണ്ടത്. നോക്കുക, ഇവിടെ കട്ട് ചെയ്തു ഈ A', അതുപോലെ തിരിച്ച് ഇവിടെ വരുമ്പോൾ C'. നോക്കിക്കേ, ഇതാണ് A എന്ന് പറയുന്നത് പോയിന്റ് കിട്ടുന്നത് കണ്ടോ, അതുപോലെ ആ C എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടുന്നത്. ഇനി B വരുന്നത് ഇവിടെയല്ലേ, ഇത് ഞാൻ നേരെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഈ വേവ് ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് പിന്നീടാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇതെന്ത് ചെയ്തു, ഇതിങ്ങനെ നേരെ ഈ ലൈൻ അങ്ങ് വരച്ചു, ഈ ലൈൻ നേരെ വരച്ചു. പിന്നെ ABCD അതും ഇങ്ങനെ നേരെ എന്താണ് വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ വരച്ചു. എന്നിട്ട് ആ ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, അതൊന്ന് അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ്, ഓർത്തു വെക്കുക. ദെൻ മറ്റൊരു ഇക്വേഷനും കൂടി ഒന്ന് നോക്കി വെച്ചോളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, ഒരു കോയില് ചുമ്മാ വെച്ച് ഒരു കണ്ടക്ടർ അല്ലേ, നമ്മളൊരു കണ്ടക്ടറിനാണ് പഠിച്ചത്. കണ്ടക്ടർ നമ്മളൊരു v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അതിലുണ്ടാവുന്ന EMF എന്ന് പറഞ്ഞത് BLV sin θ എന്ന് പറഞ്ഞിരുന്നു. ഇനി ഈ ഇത് ഒരു കോയിലാണെങ്കിൽ 2 സൈഡ് ഓഫ് ദ കോയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ 2 ടേൺ ചേർന്നിട്ടാണ് ഒരു കോയിലാവുന്നത്. അപ്പൊ അങ്ങനെ കോയിൽ കൺസിഡർ ചെയ്യുമ്പോൾ 2 BLV sin θ എന്ന് വേണം. നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്പർ ഓഫ് ടേൺസും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ഈ BLV sin θ എന്ന് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ 2 × n കൂടി വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇഫ് നമ്മുടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്പർ ഓഫ് ടേൺസും ലെങ്ത്തും വെലോസിറ്റിയെ തന്നിരിക്കുന്നെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് EMF കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ EM sin θ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സെയിം കാര്യം തന്നെയാണ്. എഫിന് പകരം ഇവിടെ ഒമേഗയ്ക്ക് പകരം ഇവിടെ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. EM is equal to, EM എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സൈൻ തീറ്റ പോയ ഒരു പോർഷൻ ആണ്, 2BNL into V. ഈ V എന്ന് പറഞ്ഞാൽ എന്താണ്, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറയുന്നതിന് ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. π × B × F. ഇപ്പോ B എന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് ദ കോയിൽ ഇൻ മീറ്റർ, അതുപോലെ കോയിലിന്റെ വിഡ്ത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മോഷൻ ആണ്. നമ്മൾ ഈ വെലോസിറ്റി ഈക്വൽ ടു എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് കൊടുക്കില്ലേ, അതുപോലെ പറയുന്നത് തന്നെയാണ് കേട്ടോ. π × B ഡിവൈഡഡ് ബൈ T എന്നാണ് ശരിക്കും വരുന്നത്. πr ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുന്ന പോലെ, πr ഡിവൈഡഡ് ബൈ എന്താണ് ടൈം ചെയ്യുന്ന പോലെ π × B × F എന്നാണ്. അപ്പൊ അത് ഓർത്തോളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ വേറെ ഒന്നുമില്ല, ഈ ഒരു ഇക്വേഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്യാം. 2πf × NBA വോൾട്ട് എന്ന് നോട്ട് ചെയ്യാം. അതത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ പോലും ഒരു പ്രോബ്ലത്തിന് ചോദിക്കുവാണെങ്കിൽ വരും. ഇനി അല്ലെങ്കിൽ നമുക്ക് മറ്റു ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരു പ്രോബ്ലം ആണ്. ഒരു സ്ക്വയർ കോയില് 10 സെന്റിമീറ്റർ സൈഡ് ഉണ്ട്. സ്ക്വയർ കോയിൽ ആണല്ലോ, അപ്പോൾ ഒരു സൈഡ് 10 സെന്റിമീറ്റർ വീതമാണ്. 100 ടേൺസ് ഉണ്ട്. റൊട്ടേറ്റഡ് അറ്റ് എ യൂണിഫോം സ്പീഡ് 1000 revolutions per minute. RPM എത്രയാണ്, 1000. About an axis at right angle to a uniform magnetic field എത്രയാണ്, 0.5 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. RPM ഇത്ര, അത് സൈഡ് ഇത്ര, ടേൺസ് ഇത്ര. പിന്നെ റൈറ്റ് ആംഗിൾസ് ടു ഇത് പറഞ്ഞു. കാൽക്കുലേറ്റ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ EMF when the plane of the coil is right angles to the field in the plane of the field. ഓക്കെ, അപ്പൊ റൈറ്റ് ആംഗിൾസ് ടു ദ ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിൽ വിചാരിക്കണം. റൈറ്റ് ആംഗിൾസ് ടു ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് റൈറ്റ് ആംഗിൾസ്, അതായത് ആ തീറ്റ എത്രയാണ്,
തീറ്റ മേക്ക് ചെയ്യുന്ന ഏതിനോടാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഏത് തീറ്റയാണ് നോക്കേണ്ടത്? ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയ ലൈനിന്, അതായത് ആ എക്സിന് ഉള്ള തീറ്റയാണ്. അപ്പോൾ ഇവിടെ തീറ്റ എന്തായിരിക്കും? 0. നോക്കൂ, അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഫീൽഡ് വരുമ്പോൾ ഇവിടെ തീറ്റ ഈക്വൽ ടു 0. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരും? വാല്യൂ തീറ്റ 0 ആകുമ്പോൾ എന്തായാലും സൈൻ 0 വരുമ്പോൾ നമുക്ക് വേറെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് 0 എന്ന് കിട്ടും അല്ലേ. ഇനി തീറ്റ ഈക്വൽ ടു 90 ആകുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു എന്താണ്? EM സൈൻ 90 ആണ്. ഓക്കെ, അപ്പോൾ EM തന്നെ മതി. പിന്നെ നമുക്ക് EM എന്നുള്ളത് കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഇക്വേഷൻ വെച്ച് യൂസ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ഈ പ്രോബ്ലം ഇട്ടതാണ്. ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സിംപ്ലി ദ സർക്യൂട്ട് ഡയറക്ഷൻ ഓഫ് വിച്ച് റിവേഴ്സസ് അറ്റ് റെഗുലർലി റെക്കറിംഗ് ഇന്റർവെൽസ്. ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ അത് എന്ത് ചെയ്യും? അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, പോസിറ്റീവും നെഗറ്റീവുമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളതാണ് എന്ത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി, വോൾട്ടേജ് ആയിക്കോട്ടെ കറണ്ട് ആയിക്കോട്ടെ, വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസിന് എന്ത് പറയുന്നു? സൈക്കിൾ എന്ന് പറയുന്നു അല്ലെ. ഈ സൈക്കിൾ ചിലപ്പോൾ നമ്മൾ ഒരു ആംഗുലാർ വാല്യൂല് പറയും. ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആണെങ്കിൽ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി, അല്ലെങ്കിൽ 2π റേഡിയൻ. റേഡിയനിലാണ് പറയുന്നതെങ്കിൽ 2π എന്ന് പറയാം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്, 360 ഡിഗ്രി എന്നല്ലെങ്കിൽ പറയാം. ഇനി എന്താണ് ടൈം പീരീഡ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ദ ടൈം ടേക്കൺ ബൈ ദ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ, അതാണ് അതിന്റെ ടൈം പീരീഡ് അല്ലെങ്കിൽ ടി. ഒരു 50 ഹെർട്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ ടൈം പീരീഡ് എത്രയായിരിക്കും? T is equal to 1/f, 1/50 സെക്കൻഡ് ആയിരിക്കും. അടുത്ത ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഇപ്പൊ നമുക്ക് ഇതുപോലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ റിപ്പീറ്റ് ചെയ്ത് കുറെ സൈക്കിൾസ് അല്ലേ, അത്ര ഷേപ്പ് അത്ര കറക്റ്റ് അല്ല, ബട്ട് ഇതുപോലെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഒന്നെങ്കിൽ പെർ സെക്കൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹെഡ്സ് എന്ന് നമ്മൾ പറയും. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഹെഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പൊ സപ്പോസ് 50 ഹെഡ്സിന്റെ ആണ് നമ്മുടെ വീട്ടിൽ സപ്ലൈ വരുന്നത് അല്ലേ. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 50 സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിനകത്തൊരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഒരു ഓൾട്ടർനേറ്ററിന്റെ കാര്യം പറഞ്ഞേക്കുന്നു. ദ റിലേഷൻ കണക്ടിങ് ഏതൊക്കെയാണ് നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ട്. ഫ്രീക്വൻസി, അതുപോലെ സ്പീഡ്, നമ്പർ ഓഫ് പോൾസ്, ഇത് മൂന്നും ചേർത്തിട്ടുള്ള ഒരു ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. F is equal to Pn/120. ഇപ്പൊ നിങ്ങൾ പലരും, ഇപ്പൊ എനിക്കാണെങ്കിൽ കൂടുതൽ എളുപ്പം ഓർത്തിരിക്കാൻ ഇതാണ്. N is equal to 120f/p. N is equal to 120f/p. F is the frequency, P is the number of poles, അതുപോലെ N is the എന്താണ് number of revolutions in RPM. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. RPM-ലാണ്. ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റർ 20 പോളുണ്ട്, 300 RPM. അതിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു. ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കും. Pn/120 ചെയ്ത് കഴിഞ്ഞാൽ 50 ഹെർട്സ് എന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതിന്റെ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ F is equal to 1/T എന്ന് പറയാം. T equal to 1/f. ഇനി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ മാക്സിമം വാല്യൂ, അതായത് പോസിറ്റീവ് സൈക്കിൾ എടുത്തോ അല്ലെങ്കിൽ നെഗറ്റീവ് സൈക്കിൾ എടുത്തോ അതൊന്നും പ്രശ്നമില്ല. ആ മാക്സിമം വാല്യൂ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ദാറ്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹൈറ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ, ഈ ഒരു മാക്സിമം ഹൈറ്റ് വരുന്നത്. ഇനി എന്താണ് ഫേസ് എന്ന് വെക്കുക. ഫേസ് നോക്കൂ, അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഫേസ് എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ദ ഫ്രാക്ഷൻ ഓഫ് ദ ടൈം പീരീഡ്, ടൈം പീരീഡിന്റെ എത്ര ഫ്രാക്ഷൻ of that alternating current which has elapsed since the current last passed through the zero position or reference. ഇപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കിയാൽ, ഈ എ എന്ന പോയിന്റ്, ഈ എ എന്ന പോയിന്റിൽ ഇതിന്റെ ഫേസ് എന്ന് പറഞ്ഞ എത്രയാണ്? അതായത് സീറോയിൽ നിന്ന് അത് എത്ര മൂവ് ചെയ്തിട്ടുണ്ട്. ഈ എ എന്ന് പറഞ്ഞ പോയിന്റ്, ഈ ഫേസ് എത്രയാണ് അതിന്റെ? ഈ 0 എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് അത് എത്ര പോന്നിട്ടുണ്ട് എന്നാണ്. എത്രയാണ് പോന്നിട്ടുള്ളത്? മൊത്തം T/4 അല്ലെ, T/4 മൊത്തം 360 ആണെങ്കിൽ നമ്മൾ എന്താണ് 360/4 അല്ലെ, അതായത് π/2 റേഡിയൻ ആണ് വരുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ 90 ഡിഗ്രി ആണ് വരുന്നത്. അപ്പോൾ ഫേസ് ഓഫ് ദ റൊട്ടേറ്റിംഗ് കോയിൽ അറ്റ് ദ ഇൻസ്റ്റന്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഫേസ് ഓഫ് ദ റൊട്ടേറ്റിംഗ് കോയിൽ
ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ തീറ്റ ഈക്വൽ ടു ഒമേഗ ടി. ആ തീറ്റ അല്ലെങ്കിൽ ഒമേഗ ടി ആണ് അതിന്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗറിൽ നോക്കിയേ, എയും ബിയും, ഈ എയും ബിയും ഉണ്ടല്ലോ രണ്ടും ഇൻ ഫേസ് ആണെന്ന് പറയാം. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതും മാക്സിമം വരുന്നതും ആ ഒരു ഒരേ പോയിന്റിലാണ് അല്ലെ, എയുടെയും ബിയുടെയും, അതുകൊണ്ട് ഇൻ ഫേസിലാന്ന് പറയാം. ഇനിയിപ്പോ സപ്പോസ് വേറൊരു കോയിലുണ്ട്, അത് ഇവിടെയാണ് അതിന് ഈ ഒരു പോയിന്റിലാണെന്ന് വിചാരിക്കുക. അതിന്റെ ഇപ്പൊ ഇതൊരു 30 ഡിഗ്രി അപ്പുറത്താന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ കോയിലിന്റെ 0 പൊസിഷൻ എന്ന് വിചാരിക്കുക വേവ് ഫോം വരയ്ക്കുമ്പോഴേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എയും എ എന്ന കോയിലിലെ EMFും അതുപോലെ സി ആണ് കേട്ടോ. ഇത് സി എന്ന കോയിലും EMFും തമ്മിൽ എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ട്? 30 ഉണ്ട്. കാരണം ഇതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനും ഇതിന്റെ 0 പൊസിഷൻ എന്ന് പറഞ്ഞാൽ മതി. 0-ലെത്തുന്നതും മാക്സിമം പൊസിഷനും, 0 പൊസിഷനും മറ്റേ 0 പൊസിഷനും തമ്മിൽ തൊട്ടടുത്തുള്ള അഡ്ജസന്റ് 0 പൊസിഷൻസ് തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, അതാണ് ഫേസുകൾ വ്യത്യാസം. ഇനി ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഒരു ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഫ്രീക്വൻസി 60 ഹെർട്സ് കേട്ടോ. മാക്സിമം വാല്യൂ 120 ആംപിയർ ആണ്. അപ്പോൾ എന്താണ്, IM ആണ് 120 ആംപിയർ. ഇക്വേഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എഴുതുക. പിന്നെ ഓക്കെ, റെക്കണിംഗ് ടൈം ഫ്രം ദ ഇൻസ്റ്റന്റ് ദ കറന്റ് ഈസ് 0 ആൻഡ് ഈസ് ബിക്കമിംഗ് പോസിറ്റീവ്. ഫൈൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആഫ്റ്റർ 1/360 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ഇൻസ്റ്റന്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കണം. ടൈമിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദ ടൈം ടേക്കൺ ടു റീച്ച് 96 ആംപിയർ. 96 ആംപിയർ എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും? ആദ്യത്തെ തവണ 96 ആംപിയർ എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം? കറണ്ട് ഇങ്ങനെ കൂടിയും കുറഞ്ഞും വരുമല്ലോ. അതിൽ 96 ആംപിയർ ഫസ്റ്റ് ടൈം എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും ഫ്രം 0? അപ്പൊ ഇൻസ്റ്റന്റേനിയസ് കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് IM സൈൻ ഒമേഗ ടി. നമുക്കറിയാം I ഈസ് ഈക്വൽ ടു എന്താണ്, IM സൈൻ ഒമേഗ ടി. ഒമേഗയുടെ സ്ഥാനത്ത് എന്തിടാം? 2πf. കാരണം F തന്നിട്ടുണ്ടല്ലോ, F നമുക്ക് 60 ഹെർട്സിന് തന്നിട്ടുണ്ട്. സോ നമ്മൾ IM ഇൻറ്റു സൈൻ 2πft. അപ്പോൾ 2 ഇൻറ്റു F 2 ഇൻറ്റു 60 അപ്പോൾ 120. അപ്പോൾ 120 ഇൻറ്റു പൈ ഇൻറ്റു ടി എന്ന് വരും. അപ്പൊ ആദ്യത്തെ കേസ് T 1/360 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ടിയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുത്താൽ മതി? 1/360 കൊടുത്താൽ മതി. ഈ പൈ എന്ന് പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആ സൈനിന്റെ ഉള്ളിൽ വന്നേക്കുന്നല്ലേ ആ പൈ എന്ന് പറയുന്നത്, അത് 3.14 എന്ന് പറഞ്ഞ പൈ അല്ല, ആംഗിൾ ആണ് കേട്ടോ. അപ്പൊ അത് 180 ഡിഗ്രിയാണ്. അപ്പൊ 180 ഇൻറ്റു 1/360. കാരണം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കാൽക്കുലേറ്ററിൽ ഡിഗ്രി മെഷർമെന്റിലാണ് ചെയ്യുന്നത് കേട്ടോ. റേഡിയനിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പൈ എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മളെപ്പോഴും ഇത് ഓർത്താൽ മതി. 180 എന്നുണ്ട്, നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചല്ലോ ചെയ്യാനും പോകുന്നത്. അപ്പൊ 180 ഇൻറ്റു 1/360. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് കിട്ടും? 120 ഇൻറ്റു സൈൻ 60 എന്ന് പറയും. സൈൻ 60 എന്ന് പറയുന്നത് എന്ത് വരും? സൈൻ 30 എന്താണ് 1/2, സൈൻ 60 √3/2 അങ്ങനെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ വാല്യൂ കിട്ടും. ഇനി അടുത്തത് ടൈം ടേക്കൺ ടു റീച്ച് 96 ആംപിയർ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ തന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എത്രയാണ്? 96. ഒരു കാര്യം കൂടി ഓർത്തോട്ടോ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എപ്പോഴും സ്മോൾ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഇനി RMS വാല്യൂ ക്യാപിറ്റൽ ആയിരിക്കും എപ്പോഴും. മാക്സിമം വാല്യൂന്റെ കൂടെ ഈ M എന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇനി 96 ഈക്വൽ ടു 120 ഇൻറ്റു സൈൻ ഇൻറ്റു 2 ഇൻറ്റു ഇതൊക്കെ സെയിം ആണ്. എന്ത് മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ? ടൈം ഇല്ല. അപ്പൊ ടൈം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് സൈൻ ഇൻറ്റു 360 ഇൻറ്റു 60 ഇൻറ്റു ടി ഈക്വൽ ടു ഇത്രയും കിട്ടി. ഈ 120 ഇപ്പറേറ്റ് പോയി. കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അത് വെറുതെ കാണാതെ പഠിക്കാൻ നോക്കാതെ ചെയ്ത് തന്നെ നോക്കുക. അപ്പൊ ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടിയില്ലെങ്കിൽ എന്താണ് സ്റ്റെപ്സ് ഒന്നുകൂടെ നോക്കുക കേട്ടോ. അപ്പൊ ടി ഈക്വൽ ടു നമുക്ക് കാണാനായിട്ട് ഇവിടെ സൈൻ ഓഫ് അല്ലേ കിടക്കുന്നേ. അപ്പൊ ഈ സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് എന്ന് വരും. സൈൻ ഇൻവേഴ്സ് 0.8 അപ്രോക്സിമേറ്റ്ലി 53 ആണ്. അപ്പൊ ടി ഈക്വൽ ടു ഇങ്ങനെ വാല്യൂ കിട്ടും കേട്ടോ. അപ്പൊ സൈൻ ഇൻവേഴ്സ് 0.8 ഏകദേശം 53 ആണ്. അങ്ങനെ അനുമാനിക്കണം കേട്ടോ. ഇനി ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കൂ എന്താണ്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇവിടെ A B C 3 വേവ് ഫോം കണ്ടില്ലേ.
ഇതില് ഇവിടെ എയും ബിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ബീറ്റ എന്ന് കാണിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ സി കാണിച്ചിരിക്കുന്ന ആൽഫ പ്ലസ് ബീറ്റ. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എയും ബിയും സിയും സ്റ്റാർട്ട് ചെയ്യുന്ന അതിന്റെ മൂന്നിന്റെയും സീറോ പൊസിഷൻസ് തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലേ. സോ എ ബി സി എന്നിവ പരസ്പരം പല പല ഫേസ് ഡിഫറൻസിലാണ്. കാരണം ഇവിടെ നോക്കൂ, എക്കും ബിക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് എന്ത്, ബീറ്റ. ബിക്കും സിക്കും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പാണ് എന്ത്, ഫേസ് ഡിഫറൻസ് ആണ് എന്ത്, ആൽഫ. അപ്പൊ അതിന്റെ ആ വേവ് ഫോം ഈ കോയിലിരിക്കുന്ന പോലെ, ഇതൊരു കോയിൽ എ, അടുത്ത ബി, അടുത്ത സി ആണെന്ന് വിചാരിക്കാം. ഈ മൂന്ന് കോയിലിന്റെ ഇടയ്ക്ക് എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ടോ അത്രയും തന്നെയായിരിക്കും എന്ത് സംഭവിക്കാം, ആ ഇ എം എഫിനകത്തും ഓരോന്നിൽ ഇൻഡ്യൂസ്ഡ് ആവുന്ന ഇ എം എഫിനകത്തും ഉണ്ടാവുക. അപ്പൊ ഇത്രയും ബി ഇത്രയും ആൽഫയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള എത്രയായിരിക്കും, ആൽഫ പ്ലസ് ബീറ്റ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് രണ്ട് വേവ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ലാഗ് അല്ലെങ്കിൽ ലീഡ് എന്നൊരു കോൺസെപ്റ്റ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ എന്താണ്, ആ സീറോ പൊസിഷൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിന്റെ ആദ്യത്തെ പീക്ക് എത്തുന്നതും അടുത്തതിന്റെ ആദ്യത്തെ പീക്ക് എത്തുന്നതും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഈ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്ര ഡിഫറൻസ് ഉണ്ട്, ഇത് ഏതാണ് മുന്നിൽ ഏതാണ് പുറകിൽ, അതും കൂടി പറയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ടേംസ് യൂസ് ചെയ്യുന്നത്, ലാഗ് അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് സൈനസോയ്ഡൽ കർവ്സ് നമ്മൾ ആദ്യമേ പറഞ്ഞു. ആദ്യത്തേനകത്ത് നമുക്കറിയാം, നോക്കൂ, എയും ബിയും തമ്മിൽ ആൽഫ പറഞ്ഞു, അതുപോലെ ബീറ്റ പറഞ്ഞു, അതുപോലെ ബിയും സിയും തമ്മിൽ ആൽഫയുണ്ട്. എയും സിയും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതാണ്. ഇതിനകത്ത് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഓക്കെ, ഇത് വെച്ചിട്ടാ പറയാം. ഇതിനകത്ത് ഇക്വേഷൻ നോക്കിയേ, ഇ എ ഈക്വൽ ടു നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുവാണ് ഇ എം സൈൻ ഒമേഗ ടി. ഇതാണ് ആദ്യം നമ്മുടെ സീറോയിൽ എത്തുന്നത്, ഫസ്റ്റ് എത്തുന്നത്, അതാണ് നമ്മുടെ റെഫറൻസ് ക്വാണ്ടിറ്റി. ഇനി ഈ ബി എന്തായിരിക്കും, ഈ ബിയുടെ വാല്യൂ എവിടെ നോക്കിയാലും, അതായത് സീറോ പൊസിഷൻ നോക്കിയാലും അല്ലെങ്കിൽ മാക്സിമം പൊസിഷൻ നോക്കിയാലും ബി എ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നത് അല്ലെ. അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു, ബി എന്ത് ചെയ്യുന്നു, ലാഗ് ചെയ്യുന്നു. ബി ലാഗ്സ് ബിഹൈൻഡ് എ ബൈ ബീറ്റ ആംഗിൾ. അപ്പൊ ഇ എം സൈൻ ഒമേഗ ടി കൂടെ എന്തും കൂടി ചേർക്കണം, മൈനസ് ബീറ്റ. കാരണം ലാഗ് ചെയ്യുവാണ് ബി ചെയ്യുന്നത്, ബി പുറകിലാണ്. ബി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ സെയിം പൊസിഷനിൽ എത്തുന്നുള്ളൂ. ഇനി ഇ സി എന്ന് പറയുമ്പോഴോ ഇ എം സൈൻ ഒമേഗ ടി മൈനസ് കഴിഞ്ഞിട്ട് എന്ത് വേണം, എയും സിയും തമ്മിലുള്ള ആ ഡിഫറൻസ്. കാരണം എ ആണ് ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്, എയും സിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, ആൽഫ പ്ലസ് ബീറ്റ. അപ്പൊ ഒമേഗ ടി മൈനസ് ആൽഫ പ്ലസ് ബീറ്റ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലീഡിംഗ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൺ വിച്ച് റീച്ചസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ ഓർ സീറോ വാല്യൂ ഏർലിയർ ആസ് കമ്പയർഡ് ടു ദ അതർ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഇതില് ബി ലീഡ്സ് ടു എ ബൈ എൻ ആംഗിൾ ഫൈ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ കേട്ടോ, ഇതിനകത്ത് നോക്കൂ, ബി ഇവിടെ പറഞ്ഞേക്കുവാണ്. ഒരു ബി ആണ് ആദ്യം ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്ര ആംഗിൾ ഫൈ. നോക്കൂ, ബിയുടെ ഇനീഷ്യൽ പോയിന്റ് ഇതാണ്, എയുടെ ഇനീഷ്യൽ പോയിന്റ് ഇതാണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എയിനെ വെച്ച് പറയുവാണെങ്കിൽ എന്ത് പറയാം, എ ആണ് റെഫറൻസ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പറയൂ എന്താണ്, ഇ എം സൈൻ ഒമേഗ ടി മൈനസ് ഫൈ എന്ന് എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ബി ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ എന്ത് പറയേണ്ടി വരും, എ ബിനെ ലാഗ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും അല്ലെ. രണ്ട് രീതിയിലും ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ആദ്യത്തെ ഇക്വേഷൻ, ആദ്യത്തെ ഫിഗർ ആണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഇല്ലാതെ വന്നിരിക്കുന്നത്. അതൊന്നും സാരമില്ല. ഏതാണോ റെഫറൻസ് ക്വാണ്ടിറ്റി അതിനെ ബേസ് ചെയ്തിട്ട് ലീഡ് ചെയ്യുന്നുണ്ടോ ലാഗ് ചെയ്യുന്നു നോക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ റെഫറൻസ് പോയിന്റ് എടുക്കുന്നത് നമ്മുടെ സീറോ ഇതാണ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ എപ്പോഴും എ റെഫറൻസ് ആയിട്ട് എടുക്കുക, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ളത് ബി ഇവിടെയാണ്, ബിയുടെ നെക്സ്റ്റ് ഇവിടെയായിരിക്കും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ സീറോ തന്നെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക, ഒന്ന് വരച്ചൊക്കെ നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.